ഗുഡ് മോർണിംഗ് ഗായ്സ്. സോ ഉറക്കം എണീച്ചേ ഉള്ളൂ. എന്താ ഞാനും മീനാക്ഷിയുടെ ഏതോ 2 ഫ്രണ്ട്സ് ഉണ്ട്. അവരെ റെയിൽവേ സ്റ്റേഷൻ നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നേ അതെ നിന്നെ നോക്ക് എല്ലാവരും ഉറക്കം തൂങ്ങിയിരിക്കുന്നു ഗായ്സ്. സോ ഒരു പാട്ടൊക്കെ കേൾക്കാണ് ഡാൻസിൻ്റെ. അപ്പം നമ്മൾ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് വരാണ്. എൻ്റെ സ്പെക്ക് കാണുന്നില്ല കേട്ടോ, തൊണ്ടയൊക്കെ പോയി. സോ അവരെ പിക്ക് ചെയ്യാൻ പോവാണ് ഗായ്സ്. അങ്ങോട്ട് ഇരുന്നിട്ട് കാണാം. ഇനി ഉറങ്ങിയിരിക്കുന്നല്ലേ ഫക്ക് മാൻ. ഒക്കെ സ്റ്റാൻഡ് എത്തിയിട്ടുണ്ട്. പക്ഷേ മീനാക്ഷിയുടെ കൂട്ടുകാർ കായക്കൊണ്ടെന്ന് ഇറങ്ങിയുള്ളൂ. അവിടെ വണ്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വണ്ടി അവിടെ സ്റ്റോപ്പ് ആക്കിയാണ് കഴിച്ചാൽ 10 ഡിലേ ഉണ്ട്. ഇനി അരമണിക്കൂർ എടുക്കും. സോ നമുക്ക് തലവേന എടുക്കുന്നത്. സോ നമ്മൾ ചായ കുടിച്ചിട്ട് വെക്കും. ചായ കുടിക്കണം. ചായ സോ നമ്മുടെ മീനാക്ഷിയുടെ ഫ്രണ്ട്സ് അവിടെ എത്തിയിട്ടുണ്ട് ഗായ്സ്. ഈ 2 കുട്ടികളാണ്. തൊണ്ട ഫുള്ള് പോയട്ടോ സീരിയസ്ലി. ഇവരായിട്ട് വേറെ ചായ വേണോ? ചായ കുടിച്ചാ ആണോ? സോ ഇവരായിട്ട് നിന്നെ നേരെ വീട്ടിൽ നിന്ന് കാണാൻ കഴിയും. ബൈ. സോ ഗായ്സ് നമ്മൾ വീട്ടിൽ എത്തിയിട്ടുണ്ട്. പിള്ളേരൊക്കെ അകത്ത് കയറ്റി വിട്ടു. റൂമൊക്കെ മേലെ മീനാക്ഷിയും നമ്മുടെ കൃഷ്ണ അവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ തൊട്ട് പുറകെ നമ്മുടെ ഉമ്മ കുളിച്ചൊക്കെ റെഡിയായി നിൽക്കുകയാണ്. ഞാൻ അകത്ത് കാണിച്ചു തരാം. എന്നാൽ ഞാൻ പോകേണ്ടതാ ഗൈസ്. കൃഷ്ണ ഒഴുങ്ങിയല്ലേ നീ? അവരൊക്കെ ഇവിടെ റൂം കാണിച്ചു കൊടുത്താ. മോർണിംഗ്. ഇതാണ് നമ്മുടെ കൃഷ്ണയുടെ ഡാഡി. എടാ മോനെ തന്നെ പറഞ്ഞേ. എടാ മോനെ. അതേ ശ്രദ്ധിച്ചില്ല. ബാത്റൂം അവിടാണ്. അകത്തിരിക്കുന്ന ചെറിയ ലൈറ്റിംഗ് ഡിഷ് ഉണ്ട് ഗൈസ്. ലൈറ്റ് മനപ്പുറം ഇടട്ടെ ഉണ്ടോ? എസ്തറ്റിക് ഹൗസ്. എസ്തറ്റിക് എന്തുവാടേ. സോ നമുക്ക് ഇവരെ കാണാം. സോ ഇനി ഇവരെ കൊണ്ടുവന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകും അല്ലേ? ഓ ആക്ച്വലി നമ്മളിപ്പോൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്തായിരുന്നു. ജസ്റ്റ് ഒന്ന് ട്രയൽ നോക്കിയായിരുന്നു. ഞാനിവിടെയാണ് പാർട്ണർ അല്ലേ? ശരി, നമ്മൾ ശരിയാക്കൂടി. സൂപ്പർ ആയിരിക്കും ഡാൻസ്. ഇവരെ ഫുഡ് കൊടുക്കും പൈസ കൊടുക്കും. പിന്നെ മുടി ഇടാം. ഇന്നലെ ഷാമ്പൂ ഇട്ടാടി മുടി ഒരുമാതിരി. സൂപ്പർ. പിന്നെ കാണാം. സോ ഗൈസ് ഇനി ഞാനും കഴിച്ചതായിരുന്നു. ഞാനും പോയി ഫുഡ് കഴിക്കട്ടെ. ഓ ഫ്രണ്ട്സ് ഞങ്ങൾ അറിയാവുന്ന സോ ഗൈസ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ ഓരോ പ്ലാൻസ് ഒക്കെ നോക്കിയിരിക്കുകയാണ്. പ്ലാൻ ചെയ്തിരിക്കുകയാണ് എന്തൊക്കെ ചെയ്യണം. ഈ ആരുടെ മുഖം ഇങ്ങനെ ഉണ്ടോ? രാത്രിയാകുമ്പോൾ അടിച്ച് കിണ്ടിയായിരിക്കും ഗൈസ്. ഇവിടെ ഇപ്പോൾ ഈവൻറ്റുകാർ വന്നിട്ടുണ്ട്. ഒരു സ്റ്റേജിൻ്റെ സംഭവമൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് ഗൈസ്. ഓ കാണിച്ചു തരാം. എല്ലാവരും ഒരു മോർണിംഗ് മോഡിലിരിക്കുക. പിന്നെ കാണാം. ബൈ. സോ ഗൈസ് ഇവൻ്റായിട്ട് നമ്മുടെ പ്രോപ്സ് കാര്യങ്ങൾ ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റേജ് അവിടെ സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ. മീൻവേൽ മീനാക്ഷിക്ക് വെള്ളം സേവ് ചെയ്യുന്നു. എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇതൊക്കെ കോഴിക്കോടാണ് ഞാൻ പറയുന്നത്. നീ കോഴിക്കോടല്ലേ? കോഴിക്കോട്. സാരിയ ഫ്രം കോഴിക്കോട്. ദിസ് ഈസ് കോഴിക്കോട് ടീംസ്. സോ എനിക്കൊന്ന് ഇതൊക്കെ ആർച്ചാന്ന് തോന്നുന്നു. അവിടുത്തെ ഫ്രണ്ടിലേക്ക് എൻട്രൻസ് ഒക്കെ ആർച്ചൊക്കെയാന്ന് തോന്നുന്നു. ലൈറ്റ് ആർച്ച് കാണാം. ഓ ഇന്നലെ രാത്രി മുങ്ങിയ കണ്ണനും ഉണ്ട്. വാവയൊക്കെ എത്തിയിട്ടുണ്ട്. വാവേ സേ ഹായ് മാൻ. ഇന്നലെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. കേക്ക് പോലും വാങ്ങുന്നില്ല. അമ്മയൊക്കെ എത്തിയിട്ടുണ്ട്. ഒരു ഹായ് പറ. ഹായ് പറയാൻ കൈ ഒഴിവില്ല ഗൈസ്. കൈ ഫുള്ള് സാധനങ്ങളാണ്. സോ ഗൈസ് ഡി ജെ കൊള്ള പാലൈറ്റും LEDs ഒക്കെ ഉണ്ട്. മീൻ വയൽ ഇവിടെ നമ്മുടെ സ്റ്റേജ് പ്ലാറ്റ്ഫോം ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ആയിരിക്കും സ്റ്റേജ്. സോ അവിടെ എൻട്രൻസിലുള്ള എൻട്രൻസിലുള്ള ലൈറ്റും ആർച്ചൊക്കെ അവിടെ വെക്കുന്നുണ്ട്. എല്ലാം സെറ്റായിട്ട് ഞാൻ കാണിച്ചു തരാം. സോ ഗൈസ് നമ്മളിവിടെ ലാസ്റ്റ് ഒരു പരിപാടിയായിട്ട് ചെറിയ ഡാൻസ് ഉണ്ട്. യെസ് പറയൂ. ഓക്കെ. സോ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് ഫുള്ള് വൈബാവണം. അപ്പോൾ എന്തെങ്കിലും ചെയ്യണ്ടേ അല്ലേ? സോ ഗൈസ് പ്രാക്ടീസ് ചെയ്യട്ടെ. ബൈ. സോ പിള്ളേരെല്ലാം ഉണ്ട്. സോ പ്രാക്ടീസ് ടൈം.
പയ്യന്മാരെ പിള്ളേരെല്ലാം ഞാൻ മേടിക്കുന്നുണ്ട്. ഫുൾ പ്രാക്ടീസ്, ഫുൾ പവർ. ഹായ്. സോ ഗൈസ് നമ്മൾ മണ്ടേല് വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അയിനോ ഞാൻ സംസാരിച്ചു. പേര് ആദിത്യൻ. സോ ഇപ്പോഴാണ് ഗൈസ് പ്രാക്ടീസ് ആയിട്ട് തളർന്ന് വയ്യ. അയ്യോ സ്റ്റാമിന എല്ലാം പോലും ഇങ്ങനെ ആണെങ്കിൽ കുഴപ്പമില്ല. കീപ് ഗ്രൈൻഡിങ് ഗൈസ്. സോ കുറേ സോ പറഞ്ഞത് എനിക്ക്, ഞാൻ എപ്പോഴും ഇങ്ങനെ സോ പറഞ്ഞത് എന്തിനാന്ന് വേണ്ടല്ലോ വൈ. ഹെയർ ഇന്നലെ ജസ്റ്റ് ഒന്ന് നമ്മൾ ഷാമ്പു ചെയ്ത് കൊള്ളി വെച്ച് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. വെരി ബാഡ്. ഇവന്റ് ഫുള്ളി അവിടെ നമ്മുടെ മാറ്റൊക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇച്ചിരി പന്തലൊക്കെ വെക്കുന്നുണ്ട്. അറിയില്ല, അതാണ് നമ്മുടെ മെയിൻ പന്തൽ കാര്യങ്ങളൊക്കെ. പിന്നെ അറിയാലോ ബാക്കിലാണ് നമ്മുടെ ഈ ബെഡിന് മുന്നേ തലേ ദിവസത്തെ ഫുഡ് ഏരിയ ഫുൾ ഇതാണ്. ഇവിടെ നിന്ന് ഇങ്ങ് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് അവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ ബാക്ക് ആയിട്ട് ഫുൾ അത് കവർ ചെയ്ത് വലിയ പന്തലാണ് ഗൈസ്. വലിയ പന്ത് ഫുള്ളി സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പ്രാക്ടീസ് ഏരിയ ആൻഡ് ഇവിടെ നമ്മുടെ സ്റ്റേജ് ഒക്കെ അവിടെയാണ്. കാണത്തില്ല കേട്ടോ, ട്രാൻസ്പെറന്റ് ആണ്, എന്നാലും കാണത്തില്ല. സൺലൈറ്റ് ഗ്ലേസിങ് അടിക്കുന്നുണ്ട്, ഗ്ലെയർ അടിക്കുന്നുണ്ട്. സോ അതാണ് എൻട്രൻസ്. അവിടെ ആർച്ചിട്ട് അവിടെ നോക്കി ലൈറ്റ് എൽ. നമ്മുടെ സ്റ്റേജ് ആ കോഴ നമ്മുടെ സ്റ്റേജ്. ഇത് ആൾക്കാർ ലെവൻക്ക്. പിന്നെ ഇവിടെ എല്ലാം ഒരു ഓപ്പൺ ഏരിയ, ഒരു ഇവിടെ ഫുൾ LED ഒക്കെ ഉണ്ട്. മാർഗിലേക്ക് ഫുൾ സെറ്റ് ആക്കും. ഇവിടെ നൈസ് ആയിരിക്കും. സോ ഗൈസ് നമ്മളിവിടെ ഡാൻസ് പ്രാക്ടീസ് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ സ്റ്റേജും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ബട്ട് ഇവർ പറഞ്ഞ ഇവിടെ പ്രിഫറൻസ് പറഞ്ഞ റെഫറലായിട്ട് കൊടുത്ത ഇമേജിൻ്റെ അതുപോലെ അല്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ ഷൈ ആണോ? നീ മാറി അല്ലല്ലോ, അറിയില്ല. സ്റ്റേജ് ഇവർ പറഞ്ഞ പോലെ അല്ല എന്നൊക്കെ മീനാക്ഷി പറയുന്നുണ്ട്. മീനാക്ഷി ഹാപ്പി അല്ല. സോ ഇതാണ് ഗൈസ് അവർ ചെയ്തിട്ട്. ആക്ച്വലി ഇവിടെയൊക്കെ കുറച്ച് കൊട്ടയം കാര്യങ്ങളൊക്കെ വരേണ്ടതാണ്, അവിടെ മാത്രമേ വന്നോളൂ. അതുകൊണ്ടാണ് മീനാക്ഷി പിന്നെ പൂ വെച്ചതും ചുമ്മാ വെച്ച പോലെ എന്ന് പറഞ്ഞ റെഫറൽ ഇമേജ് ഇവിടെ ഞാൻ സൈഡിലേക്ക് നൈസായിട്ട് കാണിച്ചേക്കാം. സോ ഗൈസ് നമ്മുടെ സ്റ്റേജ് ഡെക്കറേഷൻ ഇതാണ്. വാവേ അവർ കൊടുത്ത റെഫറൻസ് ആയിട്ട് കൊടുത്ത ഇമേജിൻ്റെ അതുപോലെ അല്ലെന്നൊക്കെ പറയണം അല്ലേ? ഉറക്കെ പറ. മീനാക്ഷി എടുക്കാനാ നിനക്ക് അറിയത്തില്ലേ? പക്ഷേ എന്തോ വിഷയം എന്തോ ഈ ഫ്ലവർ അല്ല നമ്മൾ ഉദ്ദേശിച്ചത്, സ്റ്റാൻഡേർഡ് ആണ് ഉദ്ദേശിച്ചത്. അതെ ഓക്കെ. പിന്നെ ഫില്ലിയാണ് എന്തോ ഒരു ലോക്കൽ സെറ്റപ്പ് പോലെ ഉണ്ട് ഗൈസ്. ആരമല്ലേ ഒരു സംതൃപ്തി കിട്ടുന്നില്ല, അത് ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടുന്നില്ല ഗൈസ്. നമ്മൾ അറിയില്ല ഗൈസ് എന്തോ ചെയ്യുന്നു. നമുക്ക് കുടിയിൽ നോക്കാം. എൻ്റെ കയ്യിലാണ്. സോ ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. നിങ്ങൾ കൊണ്ടുവന്നോ? അവിടെ ഞാൻ എന്നെ കഴിക്കാന്ന് വെച്ച് പോയതാ, പക്ഷെ ഇത് വിളമ്പാൻ എന്നെ വിളിച്ചു കേട്ടോ. പണി കിട്ടി. ഇതൊക്കെ വിളമ്പി കൊടുക്കണം, അതിന് ശേഷം കഴിക്കണം. സോ ലെറ്റ്സ് ഗോ. തിന്നാൻ വേണ്ടി ഓടുന്ന ആൾക്കാർ. സോ ഗൈസ് ആൾക്കാരെല്ലാം അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. നമ്മുടെ പിള്ളേർ ഇപ്പോൾ ഇരുന്ന് കഴിക്കാൻ പോവാണ്. ഓൾറെഡി വിളമ്പിയാണോ? ഫുഡ് അടിക്കാൻ പോവാ. ഡാൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ കാണണം. ഉറപ്പായിട്ട് കാണും. സോ പിള്ളേരെല്ലാം അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ടോ. ആരവൻ നൈസായിട്ട് വിളമ്പാൻ കയറിയിട്ട് എനിക്കിനി വിളമ്പില്ല കഴിച്ചു. ഓൾറെഡി വിളമ്പി വെച്ചിട്ടാണ്. സോ എനിക്ക് കഴിച്ചു തരാം. അല്ല കഴിക്കാൻ കാണിച്ചു തരാം. എന്നിട്ട് വരാം. എനിക്കൊരു സീറ്റ് അവൻ പിടിച്ചിട്ടുണ്ട്. നൈസ്. ഞാൻ അവിടെ വന്നുണ്ട്.
ഇവിടെ എല്ലാം എഴുതുന്നുണ്ട്. അയ്യോ ഉത്തരവാദിത്തമുള്ള പെണ്ണേ. അങ്ങനല്ല. ആ കഴിക്കോ വിളമ്പി കഴിക്കാം. കഴിക്കണ്ടേ വാ ഇരിക്കടാ ഇരിക്കും വാ കഴിക്കാം. ഹായ് എന്തോ ഫുഡ് മുഖ്യം. ഓക്കെ ഇവിടെ എല്ലാം ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് കണ്ടോ. നാച്ചുറലി നൈസായിട്ട് ഇവിടെ വന്നിരുന്നു. എവിടെ ആരും നൈസായിട്ട് അവിടെ നിന്ന് ഫുഡ് വിളമ്പ. അങ്ങനെ പേഴ്സണൽ ചെയ്യാം. ഫിഷ് കറി ഫോർ ഓക്കെ എല്ലാവരും കേട്ടോ. സോ ഗൈസ് കഴിച്ചിട്ട് വരാം. ഓക്കെ അല്ലെങ്കിൽ കറി കാണിച്ചിടാം എന്നിട്ട് ഗ്രൂപ്പ് പഠിക്കാം. ഓക്കെ സോ എന്തൊക്കെയാണ് കറി? സാമ്പാറുണ്ട്, അവിയൽ. നമുക്ക് മീൻ കിട്ടില്ല. നമുക്ക് മീൻ കിട്ടില്ലടാ. ബൈ ബ്രോ. പ്രത്യേക നമുക്ക് മീൻ കിട്ടില്ല ഇവിടെ. സാമ്പാർ, അവിയൽ, കിച്ചടിയാ പച്ചടിയാ എന്തത് ആ സാധനം ഞാൻ പറഞ്ഞേ. എന്തോ ആ അടി സാധനം അത്, തോരൻ, അച്ചാറ്, മീൻ കറി. പീസ് ചെറുക്കൻ മീൻ കിട്ടുന്ന കഴിച്ച്. അതെ അതിനെ അധികം മീൻ കഴിക്കുന്നില്ല. ഓക്കെ ഇനി നമുക്കിത് കഴിച്ചിട്ട് വരാം. സോ ഇപ്പോൾ കറക്റ്റ് ബ്ലൂ പഠിക്കാം. ബ്ലൂ അവസാനം ആരോമലും ഭാവി കണ്ണം ഉണ്ടായിരുന്നു. കണ്ണം പോയി കല്ലു. ഓക്കെ ഓക്കെ ഏറ്റവും അവസാനം വിളിക്കണേ ചേട്ടാ. എന്ത് തീറ്റി എന്തോ കണ്ടപ്പാവും. എന്താ മീൻ വഴുന്നാണ്ട് അവിടെ ആൾക്കാർ കഴിവാൻ വേണ്ടിയുള്ള സംഭവം സെറ്റ് ആക്കുന്നുണ്ട്. ആക്ച്വലി അല്ല ഇപ്പം നമ്മളവിടെ എഴുതുന്നത് ഇവിടെ സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ. സോ നീ വീണ്ടും പോയി കുറച്ച് റെസ്റ്റ്, പിന്നെ വീണ്ടും ഡാൻസ് പ്രാക്ടീസ്. വയ്യ തളർന്നേട്ടാ. ഞാൻ അടിക്കാതെ നോക്കണം, കാരണം കല്യാണം വരുന്നതാണല്ലേ, ഗ്ലോ ആയിട്ട് നിൽക്കണ്ടേ. സോ ഗൈസ് തൊണ്ട വയ്യ. ഞാൻ പതിയെ പറയുന്നത്, തൊണ്ട പനി പിടിച്ച് പനിയും കൂടായി വയ്യ. സോ അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പം കാണാം.
സോ ഗൈസ് ആക്ച്വലി ഇവിടെ കുറച്ച് കറക്ഷൻസ് ഒക്കെ ഉണ്ട്. സോ നമ്മളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാറുണ്ട്. കുറച്ച് കറക്ഷൻസിന് നമ്മൾ കൊടുത്ത റെഫറൻസ് പിക്കിനെ കുറച്ച് കറക്ഷൻസ് നമ്മൾ മുന്നേ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യാണ്. പിന്നെ ബാഗിലോട്ട് നമ്മുടെ മേളിൽ നമ്മുടെ ഡിജിക്കുള്ള പാൽ ഐറ്റംസ് ഷാർപ്പിക്ക് വരും. അതിനുള്ള ടീംസ് അവിടെ ഇറക്കുന്നുണ്ട്. നമ്മുടെ പിള്ളേർ ഇവിടെ നിൽക്കുന്നുണ്ട്. സോ സ്പീക്കർ സെറ്റ് ചെയ്തിട്ട് ഇവിടേക്ക് നമ്മുടെ വാട്ടർ ഡ്രംസ് ഉണ്ടല്ലോ, അത് ഇവിടെ ആയിരിക്കും കേട്ടോ, ഇവിടെ ആയിരിക്കും. സോ അങ്ങനെ കറക്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. ഇതാണ് നമ്മുടെ ഇപ്പം ടീം. സോ നോക്കാം, ഹോപ്പ് ചെയ്യുന്നുണ്ട് നന്നായി മതിയോ. ദൈവമേ നന്നായിക്കണേ, സെറ്റ് ആയിക്കണേ. സോ ഗൈസ് നമ്മുടെ ഇവന്റ് വരെ ഫുള്ളി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ DJ-യുടെ സംഭവമാണ് ചെയ്തിരിക്കുന്നത്. അപ്പം DJ-യുടെ കൺട്രോൾ സിസ്റ്റം ഇവിടെയാണ് വെച്ചേക്കുന്നത്. നമ്മളിപ്പോൾ അത് സൈഡിലേക്ക് മാറ്റാം, എന്നാലേ നമുക്ക് എന്തുവാ ഡാൻസ് കളിക്കുമ്പോൾ വീഡിയോഗ്രാഫിലൊക്കെ ഇവിടെ സെറ്റ് ആയിട്ട് വരാം. സോ അത് സൈഡിലേക്ക് മാറ്റാണ്. സോ സെറ്റ് ആവും. ഞാനാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. എന്തുവാകും എന്ത് ലെറ്റ്സ് ഗോ. സോ ഗൈസ് ഇതാണ് നമ്മുടെ ഫോറിനൊക്കെ നമ്മുടെ കല്യാണ ചിക്കൻ ബ്ലോഗാ. സോ പുള്ളി നമുക്ക് ചെറുതായിട്ടൊരു കുപ്പി തരുന്നുണ്ട് ഗൈസ്. ആ കുപ്പി എടുക്കാൻ വേണ്ടി വന്നൊക്കെയാണ് നമ്മുടെ ചെറുക്കൻ. ഹായ് നമ്മുടെ ഗ്രൂമാണ്. സോ ഞാൻ ആ വണ്ടി എടുത്തിട്ട് മാറി കിടക്കാൻ ആൾക്കാർ കാണും. കുപ്പി കൈമാറുന്ന ചടങ്ങ് ഞാൻ എടുക്കട്ടെ ഗൈസ്. സോ നമ്മൾ നമ്മുടെ കല്യാണ ചിക്കനായിട്ട് ചെറിയൊരു കാര്യങ്ങളൊക്കെ, കുപ്പി ഇവിടെ വണ്ടി സേഫാണ്. ചെറിയ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാൻ ഗൈസ്. എന്നിട്ട് വരാം. കോലം കിട്ടല്ലേ. സോ ഗൈസ് നമ്മുടെ ബോട്ടിൽസ് ഇവിടെ സെറ്റാണ്. നമ്മളെ ബക്കാടി ഇവിടെ ബോട്ടിൽ ഇവിടെ സേഫ്. ഇവിടെ ഇവിടെ സാധനം ഇവിടെ മുത്തേ ഞാൻ അടിക്കത്തില്ല. പെണ്ണ് നോക്കേണ്ടി അറിഞ്ഞിരുന്നു സാധനം. അതെ നമ്മുടെ കൊച്ചു നമുക്ക് വേണ്ടി സെറ്റാക്കിയതാണ്. ബക്കാടി കാട്ടനല്ലേ, 2 ബക്കാഡീസ്. പിന്നെ തെളിവായിട്ട് പെണ്ണിന്റെ അനിയനാണ് കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത്. അതായത് ഞാൻ അടിക്കില്ല, ഞാൻ അടി നോ വലി ഒള്ളി പൈപ്പ്. ഞാനും നോ അടി നോ വലി. ആരാ ഞാനോ? ഞാൻ അടിക്കാറില്ല ഗൈസ്, ഞാൻ അടിക്കില്ല. എനിക്കൊരു ലവ് ഫെയിൽ വന്നപ്പോൾ പഠിച്ചായിരുന്നു, എല്ലാം ടേസ്റ്റ് ചെയ്തായിരുന്നു. പിന്നെ എന്തിനാ ജീവൻ നശിപ്പിക്കുന്നത് വെച്ചിട്ട് ഞാൻ പണ്ടേ വലിക്കത്തില്ല ഗൈസ്. എല്ലാം ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്, അടിയില്ല ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ പണ്ട് അച്ഛൻ ശീലിപ്പിച്ച് അടിക്കുമായിരുന്നു. ഞാൻ ഓൾറെഡി ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നത്. സോ ഗ്ലോ നാച്ചുറൽ ഗ്ലോ മതി. സോ നമ്മുടെ സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ 2 ബക്കാടി ആരടിച്ച് തീർക്കും? 3 ദിവസമല്ലേ പറയാൻ വേണ്ടി. പക്ഷെ എനിക്ക് ഞാൻ 2 റെഡ് ബുൾ മീനാക്ഷിയോട് പറഞ്ഞിട്ടുണ്ട്. റെഡ് ബുൾ മീനാക്ഷി എനിക്ക് റെഡ് ബുൾ വേണം, എനർജി റെഡ് ബുൾ. ഞാൻ ഫുള്ളി ഡൗൺ അടിക്കുക, അപ്പൊ ബൂസ്റ്റപ്പ് ആക്കാൻ വേണ്ടി വണ്ടിയിലുണ്ട്. അടിക്കാത്തവർക്ക് ടച്ചിങ്സ് വേണം കേട്ടോ. ടച്ചിങ്സ് ഞാൻ ടച്ചിങ്സ് ഇവിടെ ടച്ചിങ്സും ജ്യൂസൊക്കെയാണ് ഞാൻ കഴിക്കുന്നത്. സോ ഗൈസ് ഒരുങ്ങിയിട്ടൊക്കെ എനിക്ക് കാണാം. ബൈ. സോ ഗൈസ് അവരെല്ലാം ഒരുങ്ങി, ഞാൻ ഒരുങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ കുളിച്ചിന് ഒരുങ്ങണം. സോ വെളി ഫുള്ള് പാട്ടൊക്കെ കേൾക്കാമെന്ന് അറിയത്തില്ല. മീനാക്ഷിക്ക് ഇവിടെ സെറ്റ് ആയിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. ഇല്ല പിഗ്മെന്റേഷൻ ഉള്ളിടത്ത് പിന്നെ എവിടെ ഇടുന്നു? ഞാൻ പോയി കുളിച്ച് റെഡിയായി സെറ്റ് ആയിട്ട് വരാം. ഒരുങ്ങി ഞാൻ മാത്രമേ ഉള്ളൂ. ലെറ്റ്സ് ഗോ. സോ ഗൈസ് അങ്ങനെ കുളിച്ച് ഞാൻ റെഡി ആവാൻ പോവാണ്. കുളിച്ച് കഴിഞ്ഞേ ഉള്ളൂ. ഞാൻ അപ്പുറത്തെ വീട്ടിൽ വന്ന കുളിച്ചത് നമ്മുടെ കണ്ണന്റെ വീട്ടില്, അത് നമ്മുടെ കൃഷ്ണയുടെ വീട്ടിൽ, അതായത് പാറുവിന്റെ കൊച്ചച്ഛന്റെ വീട്ടില്. സോ നീ റെഡി ആവട്ടെ. സോ ഗൈസ് ഞാനൊരു ഗ്രീനിഷ് കുർത്ത പേസ്റ്റൽ ഗ്രീൻ എന്താണ് പേസ്റ്റൽ ഗ്രീൻ അങ്ങനെ പറയാം, വൈറ്റും പാൻസിനുമാണ് സ്റ്റൈൽ ചെയ്യുന്നത്. ഇത് ഷോൾ സെറ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഇട്ടിട്ട് കാണിക്കാം.